ഹിജാസിൽ നിന്ന് ഒരു തീ പുറപ്പെടുന്നത് വരെ സിറിയക്കടുത്തുള്ള ബുസ്റയിലെ ഒട്ടകങ്ങളെ കാണാവുന്ന വിധത്തിലുള്ള ഒരു തീ, ഒരു അഗ്നിപ്രവാഹം ഹിജാസിൽ നിന്നുണ്ടാകും. മഹാന്മാരായ പണ്ഡിതന്മാര് അനുബന്ധം എഴുതുകയാണ്. അൽ ബിദായ വന്നിഹായ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പരാമർശം ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചതാണ്. ഇങ്ങനെ ഒരു വലിയ അഗ്നിപ്രവാഹം ഉണ്ടാകുന്നത് വരെ അന്ത്യനാള് വരില്ല. അബൂ ശാമ എന്നവരെ പറയുകയാണ്, ലമ്മാക്കാനത്ത് അവിടെ ജമാദുൽ ആഖിറ മാസമായി ഹിജറ 654 ജമാദുൽ ആഖിറ 3-ാം തീയതി ലഹറ ബിൽ മദീനത്തിൽ മുനവ്വറ, മദീനയിൽ ഒരു ശബ്ദം, ഒരു ചെറിയ ഒരു കുലുക്കം. എല്ലാവരും ഇളകി പോയി നോക്കുമ്പോൾ അതാ കാണുന്നു സുമ്മ ലഹറത നാറുൻ അളീമാ, മദീനയുടെ പരിസരത്തതാ വലിയൊരു അഗ്നിപ്രവാഹം. എല്ലാവരും നോക്കുകയാണ്. വകഅന്നഹാ ഇൻദനാ നാറുൻ അളീമാ, ആ ഉയർന്ന തീയുടെ വെളിച്ചത്തിൽ ഇടവഴികൾ കാണാമായിരുന്നു. വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവരുടെ നൂല് നിവർത്താമായിരുന്നു. അത്രമേൽ സ്പഷ്ടമായ ഒരു അഗ്നിപ്രവാഹം ഹിജാസിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഹിജറ 654 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളമായി ഹിജാസിൽ ഒരു അഗ്നിപ്രവാഹം വരുമെന്ന്. ഇത് സംഭവിച്ച ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആഖ്യാനമാണ്. ഇനി മറ്റൊന്ന് വരായികയില്ല, വേറൊരു സൈൻ വരായികയില്ല. അന്ത്യനാളിന്റെ അടയാളങ്ങളെ വ്യാഖ്യാനിച്ച ഇമാമുകൾ അതുവരെയുള്ള അറിവുകളെയും സാഹചര്യങ്ങളെയും വെച്ചുകൊണ്ടുള്ള വ്യാഖ്യാന സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കത് എടുത്തു പറയാനേ പറ്റൂ. നമ്മുടേതായി സ്വന്തമായി ഒന്നും പറയാൻ അവകാശമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ വചനങ്ങൾ, ഖുർആനിക സൂക്തങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അല്ലാഹുവിൽ നിന്നുള്ള അറിവിന്റെ വിശദീകരണങ്ങൾ, അതിൽ നമുക്ക് ഇടപെടാൻ അധികാരമില്ല. ഇമാമുകൾ എഴുതി വെച്ചത് വായിക്കാനേ നമുക്ക് കഴിയൂ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിജാസിൽ നിന്നൊരു അഗ്നിപ്രവാഹം ഉണ്ടാകും. അലദാ ഹിജറ 654 ഒരു സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം ഹദീസിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ആ അഗ്നിപ്രവാഹത്തിനുണ്ടെന്ന് അബൂ ശാമ എന്നവർ വിശദീകരിക്കുകയാണ്. അൽ ബിദായത്തു വന്നിഹായയിൽ ഇബ്നു കസീർ എന്നവർ രേഖപ്പെടുത്തി 3 മാസം ഉണ്ടായിരുന്നു ആ അഗ്നിപ്രവാഹം. വകാനത്ത് നിസാഉൽ മദീന, മദീനയിലെ സ്ത്രീകൾ ആ അഗ്നിയുടെ വെളിച്ചത്തിലാണ് അവരുടെ നൂൽ നിവർത്തിയിരുന്നത്. അത്രയും വലിയ വെളിച്ചം മദീനയോട് ചേർന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ചെയാണ്. जब मस्जिद नबवी में तो महसूस हुआ, अर्श तक ले गए मस्जिद के वो जीने मुझको. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകിയ അറിവിന്റെ തുടർച്ചയാണ്, വെളിച്ചത്തിന്റെ പുനരാഖ്യാനങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായനയിൽ നിന്ന്, അവതരണത്തിൽ നിന്ന് അടുത്ത ഒരടയാളത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെ സത്യം, ലാ തദ്ഹബു ദുനിയാ, ഈ ദുനിയാവ് അവസാനിക്കുകയില്ല, ഈ ദുനിയാവ് അവസാനിക്കില്ല. ഒരു കാലം വരുന്നത് വരെ ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല വൽ മഖ്തൂലു ഫീമാ ഖുതില, കൊലപാതകം ചെയ്യുന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ ഇയാളെ കൊന്നത് എന്ന്, കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് എന്നെ കൊന്നുകളഞ്ഞത് എന്ന്.
ഇങ്ങനെ ഒരു കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹറജ് അൽ ഹറജ് അൽ ഹറജ് അൽ ഖാതിൽ വൽ മഖ്തൂൽ ഫിന്നാർ. കൊലപാതകങ്ങൾ നിരന്തരമായി വരും. കൊന്നവർക്കറിയില്ല എന്തിനാണ് അയാളെ കൊന്നത് എന്ന്. കണ്ടില്ലേ, ബീഫ് വീട്ടിൽ വെച്ചു എന്ന് പറഞ്ഞൊരു കൊലപാതകം. നാട് മുഴുവൻ എന്തെല്ലാം പ്രശ്നങ്ങളായി. കൊല്ലാൻ പോയവൻ അറിയുമോ അവിടെ എന്തിനാണ് ഇയാളെ കൊല്ലാൻ പോണത്? പിന്നെ ആരോ ഉണ്ടാക്കിയ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഏതൊക്കെയോ വിചാരങ്ങൾ. നമ്മുടെ നാടുകളിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ. എന്തിനു കൊന്നു എന്നറിയില്ല, എന്തിനു കൊല ചെയ്യപ്പെട്ടു എന്നറിയില്ല. ഇങ്ങനെ നിരന്തരമായ കൊലപാതകങ്ങൾ വരാതെ ഖിയാമത്ത് നാളുണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നത് വരെ, മനുഷ്യന്മാര് കൂട്ടമായി കൊല ചെയ്യപ്പെടുന്നത് വരെ ലോകം അവസാനിക്കില്ല. ഫസ്റ്റ് വേൾഡ് വാറിൽ 15 മില്യൺ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് വേൾഡ് വാറിൽ ലോകത്ത് കൊല ചെയ്യപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 55 മില്യൺ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. വിയറ്റ്നാം യുദ്ധത്തിൽ 3 മില്യൺ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. റഷ്യൻ വിപ്ലവത്തിൽ 10 മില്യണോളം വരുന്ന ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. സ്പെയിനിൽ 12 മില്യൺ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ഇറാഖിലും ഇറാനിലുമായി മില്യൺ കണക്കിന് ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ 11 ശേഷം ലോകത്ത് കൊല ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 1 കോടിയിലേറെ മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ഞാൻ എന്റെ വക പറഞ്ഞല്ല, CNN-ന്റെയും ആനുകാലിക മീഡിയകളുടെയും. തീവ്രവാദമില്ലായ്മ ചെയ്യാനെന്ന പേരിൽ അമേരിക്കയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ലോക നരവേട്ടയുടെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട ആളുകൾ സിറിയയിൽ, ഈജിപ്തിൽ, ടുണീഷ്യയിൽ, ഫലസ്തീനിൽ, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഇപ്പോൾ യമനിൽ, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ യമനിലെയും സിറിയയിലെയും ഫലസ്തീനിലെയും രാഷ്ട്രീയ ദുരന്തങ്ങൾ. മനുഷ്യന്റെ മൂല്യമറിയാത്തവർ, മനുഷ്യന്റെ വേദന അറിയാത്തവർ ഇടക്കിടക്ക് വൈറ്റ് ഹൗസിൽ നിന്ന് പറയും ഞങ്ങൾക്ക് അബദ്ധം പറ്റുപോയി എന്ന്. പിന്നെയും കൊലപാതകം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ സിറിയ എന്ന് പറയുന്ന പാവപ്പെട്ടവൾ അരുങ്കൊല ചെയ്യപ്പെടുന്ന അഹങ്കാരിയായ ബഷാറുൽ അസദ് എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ രാജ്യത്ത് അമേരിക്കയും റഷ്യയും എന്ന 2 ലോക മഹാശക്തികൾ അവരുടെ സൈനിക മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചു വീഴുന്നത് ആര്? സിറിയയിലെ പാവങ്ങളായ ജനങ്ങൾ, സിവിലിയന്മാർ. UN എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉമ്മാക്കി സാധനം ലോകത്തിന്റെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ അവകാശമില്ലാത്ത അമേരിക്കയുടെ കളിപ്പാവയായ യുണൈറ്റഡ് നേഷന് ഫലസ്തീനിലെ പാവപ്പെട്ട കുരുന്നുകളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. സിറിയയിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ടുണീഷ്യയിൽ നിന്ന് തുടങ്ങിയപ്പോ നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങൾ എഴുതിയിരുന്നു, രാജാധികാരത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളും വിജയം വരിക്കാൻ പോവാണ്. പിന്നെ അവരെ കാണാനുണ്ടായില്ല, പിന്നെ അവരെ കണ്ടില്ല. ടുണീഷ്യയിലെ 10,000-കണക്കിന് മക്കൾ അവരുടെ യുദ്ധത്തിന്റെ വാർഷികത്തിൽ, മുല്ലപ്പൂ വിപ്ലവത്തിന്റെ വാർഷികത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ യുവത്വം നഷ്ടമായി, ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങൾ കഷ്ടതകളുടെ നടുവിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ തുറന്ന സമ്മതം കഴിഞ്ഞ ദിവസം നിങ്ങൾ മീഡിയകളിലൂടെ, പത്രങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ലോകത്ത് മുഴുവനും ആയിരക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ്. തീവ്രവാദ വേട്ടയെന്ന പേരിൽ നശിച്ചു കിടക്കുന്ന ഇറാഖിനെ വീണ്ടും കൊല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫലസ്തീനിലെ പാവപ്പെട്ട വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇസ്രായേലിന്റെ പട്ടാളം വന്ന് ചാടിക്കയറി കൊന്നുകളയുമ്പോ ആ പട്ടാളക്കാരൻ എന്തിനായി കുഞ്ഞിനെ കൊല്ലുന്നത്? ആ കുഞ്ഞെന്തിനാണ് കൊല ചെയ്യപ്പെടുന്നത്? രണ്ടും അറിയുന്നില്ല. അതേ വാചകമാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല വൽ മഖ്തൂലു ഫീമ ഖുതില. കൊന്നവൻ അറിയുന്നില്ല എന്തിനാണിതെന്ന്, കൊല ചെയ്യപ്പെട്ടവൻ അറിയുന്നില്ല എന്തിനാണിതെന്ന്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് പുലർന്നു എന്ന് ഞാൻ പറയേണ്ടില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ നാടുകളൊക്കെ നാശത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഈ സുരക്ഷ നൽകുമാറാകട്ടെ. ഇത് പറയാനല്ലാതെ വേറെ ഒന്നും എന്റെ മക്കളില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകം പുലരുകയാണ്. അതോടൊപ്പം അവിടുന്ന് പറയുന്ന ഒരു അറിയിപ്പുണ്ട്. അന്നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലതത്തബിഅന്ന സനന അല്ലദീന മിൻ ഖബ്ലികും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ. മുൻകഴിഞ്ഞു പോയ രണ്ട് ജനതയുടെ സംസ്കാരങ്ങളെ ഈ ഉമ്മത്ത് ചാണോട് ചാൺ മുഴത്തോട് മുഴം പിന്തുടരും. ഏതുവരെ എന്നറിയുമോ? അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മടയിൽ കടന്നാൽ നിങ്ങളും അവരെ പിന്തുടരും. രണ്ടു ജനതയെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. എന്നിട്ടോ അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മടയിൽ കടന്നാൽ അതിന്റെ പിന്നാലെ നമ്മളും പോകും. ഞങ്ങൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. വ്യത്യസ്ത വാചകങ്ങളുണ്ട്. ഇതിന്റെ വലിയൊരു വിശദീകരണത്തോടെ ഇമാം അബ്ദുർ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വായിക്കുന്നത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച സംയുക്തമായ ഒരു നിവേദനത്തിന്റെ ഭാഗമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളാണോ നബിയേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഫമൻ, പിന്നെ ആരാണ്? അതേ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ശൈലികളെ ഈ സമുദായം ചാണോട് ചാൺ മുഴത്തോട് മുഴം പിന്തുടരും. അവരൊരു ഉടുമ്പിന്റെ മടയിൽ കടന്നാൽ നമ്മളും അതിന്റെ പിന്നാലെ പോകുന്നത് വരെ എത്തും. ഇന്നാ ലില്ലാഹ്. The real style of America and the real taste of Europe. നമ്മുടെ മുദ്രാവാക്യത അമേരിക്കയുടെ ടേസ്റ്റും യൂറോപ്പിന്റെ സ്റ്റൈലും. നമ്മളെല്ലാവരും അതിന്റെ പിന്നിൽ അഡിക്റ്റുകളായി മാറിയിരിക്കുകയാണ്. അടിമുടി യൂറോപ്യനിസത്തിന്റെ പിന്നിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ രണ്ട് ജനതയുടെ പിന്നാലെ നിങ്ങൾ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മാറ്റിവെച്ചിട്ട് ഈ ജൂത ക്രിസ്ത്യാനികളുടെ സുന്നത്തുകൾ നിങ്ങൾ ഏറ്റെടുക്കും, ചര്യകൾ നിങ്ങൾ ഏറ്റെടുക്കും. എവിടൊക്കെ വന്നുപോയി? തുറന്നിട്ട് നടക്കുക എന്നുള്ള സംസ്കാരം യൂറോപ്പിന്റെ സംസ്കാരം. തുറന്നിട്ട് നടക്കുക യൂറോപ്പിന്റെ സംസ്കാരമാണ്. ലോകത്ത് മനുഷ്യൻ എന്ന മൂല്യത്തെ ഇല്ലായ്മ ചെയ്തിട്ട് മാനുഷികമായി മറക്കേണ്ട കാര്യങ്ങൾ തുറന്നിട്ട് നടക്കാൻ തുടങ്ങിയത് യൂറോപ്പിന്റെ സംസ്കാരം. യൂറോപ്പ് ചെയ്ത ഏറ്റവും വലിയ അനീതി എന്താണെന്നറിയോ? മനുഷ്യൻ തെറ്റായി കണ്ടതിനെ മുഴുവനും അവരെ പോസിറ്റീവായി വ്യാഖ്യാനിച്ചു. കള്ള് കേൾക്കുമ്പോൾ തന്നെ ഒരു മോശമുള്ള പേരാണ്. ഖംറ്, ലഹരി, ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. അമേരിക്കക്കാരൻ്റെ പേരിട്ട് എന്താണെന്നറിയോ? സ്പിരിറ്റ്. ദ പോസിറ്റീവ് റീഡിംഗ് ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിനെ അവർ വിളിച്ചത് പോസിറ്റീവ് റീഡിംഗിലാണ്. അനുകൂലമായ ഒരു വായന സ്പിരിറ്റ് എന്ന് പറയുന്ന പേര് കൊണ്ട് വിളിച്ചു. ജാരസന്തതി എന്ന് പറയുമ്പോൾ തന്നെ മോശമാണല്ലോ. ജാരസന്തതി അവർ വിളിക്കുന്നത് ഔട്ട് ഓഫ് വെഡ്ലോക്കിൽ ജനിച്ച കുട്ടി. ഔട്ട് ഓഫ് വെഡ്ലോക്കിൽ ജനിച്ച കുട്ടി. പോസിറ്റീവ് നെയിമിംഗ്. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ പലിശ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനെ കാർന്നതിന് ഏറ്റവും വലിയ സാമ്പത്തിക അനീതിയാണ്. ഇംഗ്ലീഷുകാരൻ അതിനെ വിളിക്കുന്നത് എങ്ങനെ? ഇൻട്രസ്റ്റ് എന്നാണ്. എന്ത് ഇൻട്രസ്റ്റാ? പോസിറ്റീവ് റീഡിംഗ് ഓഫ് നെഗറ്റീവ്സ്. ലോകത്ത് നടമാടുന്ന മുഴുവൻ അനീതികളെയും അനുകൂലമായി വിളിച്ചവരാണ് യൂറോപ്പ്. നമ്മളതിന്റെ പിന്നാലെ ഇങ്ങനെ പോവാണ്. ശൈലോക്കുമാരുടെ സമ്പ്രദായത്തിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേരുന്നു. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ മാറ്റിവെക്കുകയാണ്. ഞാൻ ചെറിയ ഒരു കാര്യത്തിലേക്ക് വരാം. തീന്മേശയിൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ കൂട്ടുകൂടണം, എങ്ങനെ പങ്കുവെക്കണമെന്ന് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തന്നു. അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തരികയാണ്. എന്നാൽ നാൾക്കുനാള് നമ്മളെ യൂറോപ്പിന്റെ സ്റ്റൈലിലേക്ക് മാറിയില്ലേ? ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ മാറിപ്പോയില്ലേ?
ഇന്ന് റമദാനിൽ നോമ്പ് തുറക്കാൻ വിളിച്ചാലും അതാ ബൊഫേ സംസ്കാരമാണ്. വേണമെങ്കിൽ ക്യൂ നിന്ന് എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് എവിടെങ്കിലുമൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പോയിക്കോടാ എന്ന നിലയ്ക്ക് ഇവിടെ ബൊഫേ സംസ്കാരം തുടങ്ങിയില്ലേ? അത് യൂറോപ്പിന്റെ ചര്യയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയല്ല. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അതിഥിയെ എങ്ങനെ സൽക്കരിക്കണമെന്ന് പഠിപ്പിച്ചു. 2 വർഷം മുമ്പ് ദുബൈയിൽ ഒരാൾ നോമ്പ് തുറക്കാൻ വിളിച്ചപ്പോൾ വീട്ടിലെ ബൊഫേ. കുറെ ആളുകളുള്ള പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തൊന്നുമല്ല, പരിഷ്കാരത്തിന് വേണ്ടി. ഞാനതിൽ കൂട്ടുകൂടാൻ നിന്നില്ല. ഏതായാലും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചൊരു കുട്ടി ഉള്ളത് കൊണ്ട് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ എത്തിച്ചു. എല്ലായിടത്തും എല്ലാവരും വിധേയരാവുകയാണ്. ഇതിനൊന്നും എതിരെ പറയാൻ ആരുമില്ല. നമ്മുടെ ഇവിടെ നാടും നഗരവും ഒക്കെ മാറി. നമ്മൾ എത്ര വേഗമാണ് ഈ പരിഷ്കാരങ്ങളിലേക്ക് വീണു പോണത്. അത്തരം ഒരു പരിഷ്കാരത്തിലേക്ക് വീഴുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ മരിക്കുകയാണ്, അറിയുമോ സഹോദരന്മാരെ? അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്ത് പുതിയ പരിഷ്കാരത്തിലേക്ക് ജനത മാറും. ഏതുവരെ? യൂറോപ്യൻ ഒരു ഉടുമ്പിന്റെ മടയിൽ കടന്നാൽ നമ്മളും അതിന്റെ ഉള്ളിലേക്ക് കടക്കും. ആ രീതിയിലേക്ക് നമ്മളെ പോയി. മാക്സ് മുള്ളർ എഴുതി, India has been conquered once, but India must be conquered again. And the second conquest should be the conquest by education. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാരൻ അധീനപ്പെടുത്തി, അവൻ മടങ്ങിപ്പോയി. രണ്ടാമതും നമ്മളെ അധീനപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ ഭാഷയിലൂടെ. ഇതൊക്കെ പറയുമ്പോൾ എന്റെ പ്രസംഗത്തിൽ ഇംഗ്ലീഷ് വേർഡുകൾ വരുന്നു. സ്വാധീനമാണ്. ഞാൻ പറയുന്നത് കൊണ്ട് അത് ശരിയാവണമെന്നില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായി പോയി, സാർവത്രികമായി പോയി. പക്ഷേ ലാംഗ്വേജ് എന്ന സ്റ്റൈൽ മാത്രം ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മൻ തഅല്ലമ ലുഗത ഖൗമിൻ, ഒരു സമുദായത്തിന്റെ ഭാഷ പഠിച്ചാൽ അവരുടെ ചതിയിൽ നിങ്ങൾ പെടില്ല. അതുകൊണ്ട് ഭാഷ പഠിക്കുക എന്ന അറിവ് നേടൽ അങ്ങനെ ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പറയണില്ല. ലോകത്തെ വേണ്ട ഇസ്ലാമിക് മീഡിയം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ എല്ലാം ആകാം. യൂറോപ്പിനോട് കച്ചവടമാകാം, ഇടപാടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരോട് ഇടപാട് നടത്തിയില്ലേ? കച്ചവടം നടത്തിയില്ലേ? എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവന്റെ ചര്യകൾ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതല്ല. നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതിന് എതിരല്ല. ആ ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ ഇസ്ലാമിന് വിരുദ്ധമായ ഒരു സംസ്കാരം നമ്മളുടെ മക്കളിലേക്ക് കടന്നു വരികയാണ്. അത് നമുക്ക് സ്വീകാര്യമല്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കട്ടെ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇസ്ലാമിനെ കുറിച്ച് പറയട്ടെ, ഒക്കെ ആകാം. പക്ഷെ 2 ദിവസം പോകുമ്പോഴേക്ക് ഇന്നലെ വരെ ഉമ്മ എന്ന് വിളിച്ച മോള് മമ്മി ഡാഡി എന്ന് വിളിക്കാൻ തുടങ്ങാം. സംസ്കാരമാണ്. ആ സംസ്കാരത്തിലല്ല നമ്മളുള്ളത്. നമുക്ക് നല്ല ഒരു സംസ്കാരമുണ്ട്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഉദാത്തമായ ഒരു മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. ഉമ്മ എന്ന് പറയുന്ന വളരെ മാർദ്ദവമായ, അത്യുദാത്തമായ, അതുല്യമായ ഒരു പ്രയോഗം. അതിനെ മാറ്റിവെച്ചിട്ട് യൂറോപ്പിന്റെ സംസ്കാരമാണ് ശവകുടീരമെന്ന് വേണമെങ്കിൽ ചില പ്രയോഗങ്ങളോട് പറയാവുന്ന യൂറോപ്പിന്റെ പരിഷ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ മാറി, മമ്മിയും ഡാഡിയുമായി മാറി. നമ്മുടെ മക്കളുടെ സംസ്കാരങ്ങൾ എങ്ങനെയായി മാറി? ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് വിരുദ്ധമല്ല. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരു ജനതയോട് ദഅവത്ത് നടത്താം. ഇംഗ്ലീഷ് എന്നല്ല, ലോകത്തുള്ള എല്ലാ ഭാഷയും. ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ കാലത്ത് നടത്തിയ ഒരു ഭാഷാ മത്സരത്തിൽ മഹാന്മാരെ പങ്കെടുത്ത ചരിത്രം പറയുന്നുണ്ട് താരീഖ് ബഗ്ദാദിൽ. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെ കേവലമായ ഒരു ഭാഷ പഠിക്കുന്നതോ അറിവ് നേടുന്നതോ അല്ല. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റൈൽ തീരുമാനിക്കേണ്ടത് ആരാണ്? അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ പോയി നമ്മുടെ മക്കളെ രാവിലെ, ഞാനിത് പറയുമ്പോഴും വിമല ഹൃദയയിലേക്ക്, സെന്റ് സ്റ്റീഫനിലേക്ക്, സെന്റ് ജോസഫിലേക്ക്, സെന്റ് സേവിയേഴ്സിലേക്ക്, പിന്നെ ഏതൊക്കെയോ ഒക്കെ പോണ കുട്ടികളുണ്ടാവും.
ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ നടത്തി അതിൽ സ്കൂൾ പഠിപ്പിച്ചുകൂടാന്നല്ല ഞാൻ പറയുന്നത്. കാര്യം അതിന്റെ വസ്തുതാപരമായി മനസ്സിലാക്കണം. നിങ്ങളുടെ മകൾ ആ സ്കൂളിൽ പോയി വരുമ്പോഴേക്ക് ക്രിസ്ത്യനൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ സ്വതന്ത്രമായ ഒരു ഗ്രന്ഥം എഴുതി. അറിയോ? ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. കാരണം ചില ആളുകൾ അവരുടെ മിഷണറി ഭാഗമായി സ്കൂളുകൾ നടത്തിയിട്ട് നമ്മുടെ മക്കളതാ അവരവരുടെ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മനോഹരമായ ഹൃദയം വിമല ഹൃദയങ്ങളിൽ മലിന ഹൃദയമാക്കുകയാണ്. തൗഹീദിന്റെ വെളിച്ചം പൊട്ടിമുളച്ച് വളർന്നു വരേണ്ട ഹൃദയങ്ങളിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വളർന്നു വരേണ്ട സ്ഥലങ്ങളിൽ വേറെ ഏതൊക്കെയോ ലോകങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്. മദ്രസ കൂടി നമ്മൾ ഒഴിവാക്കിയപ്പോഴേക്ക് അത് സമ്പൂർണമായി നമ്മുടെ മക്കളിൽ വരികയാണ്. വെക്കേഷൻ ക്യാമ്പിനൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ വരുന്ന കുട്ടികൾ നമുക്കറിയാൻ കഴിയും. ഈ കഴിഞ്ഞ വെക്കേഷന് പല തരത്തിൽ നമ്മൾ ക്യാമ്പ് നടത്തിയപ്പോ ഈ ജില്ലയില് നമ്മുടെ നെയ്ബറിംഗ് ജില്ലകളിൽ ഒക്കെയുള്ള കുട്ടികൾ വെക്കേഷൻ ക്യാമ്പിന് വരുമ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു, മക്കൾക്ക് ഫാത്തിഹ അറിയില്ല, ഖലീഫമാരുടെ പേരറിയില്ല, മര്യാദക്ക് അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യം പോലും അറിയില്ല. കാരണം വാപ്പാക്കും ജനിച്ചു വീണത് മുതൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഫീസ് കൊടുക്കേണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏതാണ്, അത് മാത്രമേ ചിന്ത ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹിനെ റസൂലിനെ അറിയണമെന്നുള്ള ബോധം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ മക്കൾ പഠിച്ചു വന്നത് മുഴുവനും അത്തരം ഒരു സംസ്കാരത്തിലൂടെ, ആ ഒരു സ്റ്റൈലിലേക്ക് പാടില്ല. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. അത് വീണ്ടെടുക്കാനും അത് നിലനിർത്താനും അത് പരിപാലിക്കാനുമുള്ള പൗരബോധം ഇസ്ലാമികമായി വേണം. നമുക്കൊരു ധാരണയുണ്ട്, ഹൈ സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽ പഠിച്ചാൽ എന്റെ കുട്ടിക്ക് നല്ല പ്രതിഭയായി വളരാൻ കഴിയും. അങ്ങനെ നമ്മൾ ഏതൊക്കെ എഴുതി വെച്ചു. സ്റ്റാൻഡേർഡ് വേണമെന്നൊന്നുമില്ല. റിയലി ചില പേരുകൾ, ചില ജാടകൾ, ചില ഭാവങ്ങൾ, ഇത് മാത്രമേ വേണ്ടൂ. അതിന്റെ പിന്നിൽ നമ്മുടെ മക്കൾ വീണു പോവുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദ് അവர்கள் സംസാരിക്കുമ്പോൾ എന്റെ സഹപാഠിയായ ഷൗക്കത്ത് നഈമി സാഹിബിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ജില്ലക്കാരനാണ്. ജമ്മു ആൻഡ് കശ്മീരിൽ 20ലേറെ സ്കൂളുകൾ നടത്തുന്ന ആളാണ്. എന്താണ് കാരണം? അവിടെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ നമ്മുടെ മുസ്ലിം കുട്ടികളെ മാമോദിസ മുക്കിയപ്പോൾ എല്ലാ മതക്കാരും ഇവിടെ സ്കൂൾ നടത്തുന്നുണ്ട്. ഇവിടെ സെക്കുലർ വിദ്യാഭ്യാസത്തിലുള്ള സാഹചര്യം വേണം. ഓരോ മതക്കാരനും അവനവന്റെ മതം വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. അതിൽ നിന്ന് വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ വരുന്നത്. ഞാൻ അവിടെ കശ്മീരിലെ സ്കൂളുകൾ കാണാൻ വേണ്ടി പോയി. നമ്മുടെ സ്കൂളുകളിൽ സിഖുകാരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്, മറ്റു മതക്കാരുണ്ട്. അവർക്ക് മതവിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുന്നില്ല. ആ പീരീഡുകളിൽ അവർക്ക് മോറൽ ക്ലാസ് നൽകുകയാണ്. മുസ്ലിം കുട്ടികൾക്ക് മാത്രം മദ്രസ വിദ്യാഭ്യാസം നൽകുന്നു. അവർക്ക് മാത്രം അവരുടേതായ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നൽകുന്നു. മറ്റുള്ള കുട്ടികൾക്ക് പൊതുവായി ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ട ധാർമ്മികമായ പാഠങ്ങൾ നൽകുന്നു. കമ്പൽഷൻ ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ഇവിടെ ഇസ്ലാം വെളിച്ചമാണ്. അതേസമയത്ത് ഇവിടെയുള്ള പല മാനേജ്മെന്റ് സ്കൂളുകളും അവരവരുടെ ആശയത്തിലേക്ക് മറ്റുള്ള മതക്കാരെ പിടിച്ചു വലിക്കുന്ന സ്കൂളുകൾ. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിം സഹോദര, എന്റെ പ്രിയമുള്ള പെങ്ങളെ, കൊച്ചു വെളുപ്പാൻ കാലത്ത് കുഞ്ഞുമോളെ തട്ടിയുണർത്തിയിട്ട് വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് തട്ടത്തിൽ പാത്രവും ബോട്ടിൽ വെള്ളവും എല്ലാം റെഡിയാക്കിയിട്ട് റോഡ് വക്കത്ത് കൊണ്ട് നിർത്തിയിട്ട് തൊട്ടടുത്ത് ഏറ്റവും വലിയ ഫീസുള്ള കോളേജിന്റെ സ്കൂളിന്റെ വാഹനം വരുമ്പോ നിങ്ങളുടെ മക്കളെ കടത്തി വിടുമ്പോൾ തൗഹീദിനെതിരായ പലതും അവരുടെ മനസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ഇന്നാ ലില്ലാഹ്. ഇത്രയേ എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങൾ വിവേകമുള്ളവരാകണം, നിങ്ങൾ പൗരബോധമുള്ളവരാകണം. അൽഹംദുലില്ലാഹ്, ഇവിടെ മഹല്ലിന് കീഴിൽ സ്കൂൾ നടക്കുന്നുണ്ട്. അത് നല്ല നിലവാരത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് നല്ല അറ്റ്മോസ്ഫിയറിൽ പഠിക്കാനുള്ള സാഹചര്യം നൽകണം. കൊല്ലൂറുള്ള മുസ്ലിം ജമാഅത്തിന് കീഴിൽ ഇവിടെ സ്കൂളുണ്ട്. ചില ആളുകൾക്ക് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് പോരാ, ചില ആളുകൾക്ക് ഇവിടുത്തെ നിലവാരം പോരാ. നമ്മളാണ് ഇവിടെ നിലവാരം കൊണ്ടുവരേണ്ടത്. നമ്മുടെ മക്കൾക്ക് നല്ല നിലവാരം ഉണ്ടാക്കണം, നല്ല വിദ്യാഭ്യാസം നേടണം. നമ്മൾ തന്നെ അതിനെ മാറ്റിവെക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ഖാദിസിയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നു.
CBSE അഫിലിയേറ്റഡ് ആയ സ്കൂളാണ്. മുസ്ലിം കുട്ടികൾക്ക് മദ്രസ പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അവിടെയും മറ്റ് സഹോദര സമുദായത്തിലെ ആളുകൾ വരുന്നുണ്ട്. അവരെ ആരെയും നമ്മൾ മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് വിളിക്കുന്നില്ല. അവരെ ആ സമയത്ത് ധാർമ്മിക പാഠങ്ങൾ, അമ്മയെ ബഹുമാനിക്കണം, അച്ഛനെ ആദരിക്കണം, അങ്ങനെയുള്ള ധർമ്മോപദേശങ്ങൾ നൽകുന്നു എന്നല്ലാതെ ഒരാളെയും നമ്മൾ പിടിച്ചു വലിക്കുന്നില്ല. ഈ രാജ്യം എല്ലാ മതക്കാർക്കും വേണ്ടിയുള്ള രാജ്യമാണ്. പക്ഷേ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം ആരെങ്കിലും ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് മാറിയാൽ അതാത് നരകത്തിലേക്കുള്ളതാണ്. وَمَنْ يَبْتَغِ غَيْرَ الْإِسْلَامِ دِينًا ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ ദീനായി സ്വീകരിച്ചാൽ അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല. പരലോകത്തവൻ പരാജിതനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തെ താൽക്കാലിക ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിന്റെ ജാടയിൽ വീണുപോകാതെ ഖാദിസിയുടെ സ്കൂളിൽ നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിട്ടാൽ, അല്ലെങ്കിൽ ഇവിടെ മഹല്ലിന്റെ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ വിട്ടാൽ അവർക്ക് ളുഹർ ജമാഅത്തായി നിസ്കരിക്കാൻ, അസ്ർ നിസ്കരിക്കാൻ, നിസ്കാരത്തിന്റെ പാഠങ്ങൾ പഠിക്കാൻ, അടിസ്ഥാനപരമായ ഒരു മുസ്ലിം പൗരന് വേണ്ട കാര്യങ്ങൾ പാലിക്കാൻ അവിടെ സാഹചര്യമുണ്ടോ? അത് നഷ്ടപ്പെടുത്തല്ലേ രക്ഷിതാക്കളെ. നമുക്കിതൊന്നും തികയൂല. അവിടെ ഇന്റർനാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പോയാലേ പറ്റുള്ളൂ. നമ്മുടെ വിചാരം എങ്ങനെയാ? നമ്മുടെ ചിന്ത എങ്ങനെയാണ്? അതിലൂടെ ചോർന്നു പോകുന്ന മൂല്യങ്ങളെ കുറിച്ച് എല്ലാം പറയാൻ എനിക്കിവിടെ കഴിയില്ല. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. എന്തിനേറെ പ്രാഥമികമായ മതവിദ്യാഭ്യാസം പോലും അടച്ചു പൂട്ടി താഴിട്ടിട്ടാണ് നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് വിടുന്നത്. നമ്മുടെ മക്കൾക്ക് ജുമാ നിസ്കാരമില്ല. എന്താ കഷ്ടം! ജുമാ നിസ്കാരം പോലും ഇല്ല. എത്രയോ ആളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അറിയമോ, ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ. അവിടെ ഇമാം അബ്ദുർ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ച നിവേദനത്തിൽ കാണാം, ലൗ ജാമഅ ഇംറഅതൻ ഫീ തരീഖിൽ ലഫഅൽതും. തെരുവിൽ വെച്ചുകൊണ്ടൊരു പെണ്ണിനെ ഭോഗിക്കുന്നതാണ് യൂറോപ്പിന്റെ സംസ്കാരമെങ്കിൽ ഈ സമുദായത്തിന്റെ മക്കളും അതിന്റെ പിന്നിൽ പോകും. അറിയോ, അയിമ്മത്ത് രേഖപ്പെടുത്തല്ല, തഖൂമുസ് സാഅ ഹത്താ യതസാഫദ അന്നാസു തസാഫുദൽ ബഹായിം ഫി തരീഖ്. ഖിയാമത്ത് നാളാവില്ല, നാൽക്കാലികളെ പോലെ തെരുവുകളിൽ മനുഷ്യന്മാർ ലൈംഗിക ദാഹം തീർക്കുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഇന്നാ ലില്ലാഹ്. ഇന്ന് പുലർന്നോ ഇല്ലേ? നിങ്ങൾക്ക് വിലയിരുത്താം. നാൽക്കാലികളെ പോലെ ലൈംഗിക ദാഹം തീർക്കുന്നതിന് തെരുവുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഡൽഹിയിലെ ബസ് യാത്രയോട് ചോദിക്കുക, തെരുവുകളോട് ചോദിക്കുക, ചുവന്ന തെരുവുകളോട് ചോദിക്കുക. ഓരോ രാജ്യത്തും വികസനത്തിന്റെ ഭാഗമായി വരുന്ന ചുവന്ന തെരുവുകളോട്, വളർന്നു വരുന്ന ടൂറിസ്റ്റ് സംസ്കാരത്തോട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കുക, ഇത് ശരിയാണോ എന്ന്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇമാം തബറാനി നിവേദനം ചെയ്യുകയാണ്, ലാ തഖൂമുസ് സാഅ ഹത്താ തുജദൽ മർഅതു നഹാറാ. പകലിൽ പരസ്യമായി പെണ്ണ് ലൈംഗികമായി ഭോഗിക്കപ്പെടുന്നത് വരെ ഖിയാമത്ത് നാള് വരില്ല. ലാ യുൻകിറു ദാലിക അഹദുൻ. അങ്ങനെ തെരുവിൽ കിടന്ന് തോന്നിവാസം ചെയ്യുമ്പോ ആരും അതിനെ തടയാനുണ്ടാവില്ല. ഇനി ആരെങ്കിലും ഒരാളെ പറയുകയാണ്, എടോ മനുഷ്യന്മാരെ, ഈ വഴിയിൽ നിന്ന് ആ സൈഡിലേക്കൊന്ന് മാറിക്കിടക്ക് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയും ഈമാനുള്ള ആളായിരിക്കും. അല്ലാതെ കഴിയില്ല. സദഖത യാ റസൂലല്ലാഹ് വസല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്
ഇതുപോലെ തെരുവോരങ്ങൾ മുഴുവൻ ചുവന്ന തെരുവായി കൊണ്ടിരിക്കുന്ന കാലം ഞാനേറെ വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ തെരുവുകൾ മുഴുവനും വൃത്തികേടാവുകയാണ്. സെക്ഷൽ ടൂറിസത്തെ വെച്ചിട്ട് രാജ്യത്തിന്റെ ഗവൺമെന്റുകൾ വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ ആരും അതിനെ തടയാനില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയും തടയാനില്ല. ഇടതുപക്ഷവുമില്ല, വലതുപക്ഷവുമില്ല, മധ്യപക്ഷവുമില്ല, മതപക്ഷവുമില്ല. എല്ലാം മാറി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ കാലത്തിന് മുമ്പ് നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാളുണ്ടാവില്ല. അഥവാ അന്ത്യനാളിന് മുമ്പ് വരാനുള്ള ഒരു ലക്ഷണമാണ് തെരുവോരങ്ങളിൽ മനുഷ്യൻ നാൽക്കാലികളെ പോലെ ഭോഗിക്കുന്ന കാലം വരുമേ. അതാണ് സമത്വം, ലിംഗസമത്വം. എന്താ ആ ലിംഗം എന്നുള്ള വാക്ക് തന്നെ പുരുഷ വാചക, പുല്ലിംഗമാണ്. പിന്നെ എങ്ങനെ സമത്വം ഉണ്ടാവും? ലിംഗം എന്ന് പറയുന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ പുല്ലിംഗമാണ്. പദപരമായി പറഞ്ഞാൽ, വേർബൽ മീനിങ് പറഞ്ഞാൽ സമത്വം പോൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ ആര് പറഞ്ഞാലും മതത്തിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള വിവേകം മതവിദ്യാർത്ഥികൾക്കും വിശ്വാസികൾക്കും ഉണ്ടാവണം. അതിനാണ് ഈമാൻ എന്ന് പറയാ. മീഡിയകൾ പലതും വിഭവമാക്കും, സദ്യയാക്കും. എവിടെയെങ്കിലും വിനാശങ്ങൾ വിതയ്ക്കാനുള്ള ചർച്ചകൾക്കല്ലാതെ ആധുനിക മീഡിയകൾക്ക് നേരമില്ല. ആരെങ്കിലുമൊക്കെ കുറിച്ച് വ്യഭിചാരോപണം വന്നാലോ സർവത്ര ചർച്ച ചെയ്യും. എന്ന് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാലോ എവിടെങ്കിലും ഉണ്ടാവോ? ഏതെങ്കിലും ചാനലുകാരൻ ചർച്ച ചെയ്യോ? അവർക്ക് നേരം ഉണ്ടാവോ? ഒരു നേരമില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ അതൊക്കെയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് അവர்கள் അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം പറഞ്ഞു. കേട്ട ബാധി കേൾക്കാത്ത ബാധി ഇവിടെയുള്ള മുഖ്യധാരാ ചാനലുകൾ ഓരോരുത്തരെ വിളിച്ച് ചർച്ചകളും ബഹളങ്ങളും തുടങ്ങി. സ്റ്റേറ്റ്മെന്റ് കാണാത്തവർ, സ്റ്റേറ്റ്മെന്റ് കേൾക്കാത്തവർ, വിവരങ്ങൾ അറിയാത്തവർ ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വിധേയരാക്കുക. ഏതായാലും മഹാന്മാരായ ഉസ്താദുമാർ അള്ളാഹുവിന്റെ സത്യസന്ധമായ ദീൻ പറഞ്ഞ കാരണത്താൽ കുറെയൊക്കെ വഴിക്ക് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഒരുപാട് പൊതു നേതാക്കന്മാർ അതിനെ തിരിച്ചറിഞ്ഞു, കാര്യം മനസ്സിലാക്കി. മഹാനായ ഉസ്താദ് അവരുടെ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ മീഡിയകൾ കൈകാര്യം ചെയ്തത്. അങ്ങനെ പലതും ഉണ്ടാവും. അത് കേട്ട വാദി കേൾക്കാത്ത വാദി എടുത്തുദ്ധരിക്കുന്ന കുറെ മുസ്ലിം മീഡിയകൾ വേറെ ഉണ്ടാവും. ഇന്നാലില്ല, ഇസ്ലാമിന്റെ പേരിലുള്ള മീഡിയകൾ തന്നെയാണ് ചിലപ്പം വിനാശത്തിന് കൊടിപിടിക്കുക. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ വന്ന ഖവാരിജുകളെ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന പരാമർശങ്ങളെ വളച്ചൊടിക്കുന്ന മീഡിയകളുണ്ട്, മാധ്യമങ്ങളുണ്ട്. അവർ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പോലും മാനിക്കാതെ എവിടെയോ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വരാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി ലോകത്തിന് മുമ്പിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഹത്താ ലൗ ദഖലൂ ഫീ ജുഹരി റബ്ബിൻ ലദഖൽതും, അല്ലെങ്കിൽ ലത്തബഅതുമൂം, ഒരു ഉടുമ്പിന്റെ മടയിൽ അവരെ പ്രവേശിച്ചാൽ നിങ്ങളും അവരെ പിന്തുടരുമേ എന്ന് പറഞ്ഞാൽ ക്ലോസ് അറ്റാച്ച്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. കൃത്യമായി പിന്തുടരുക. എവിടെങ്കിലും ഒരുത്തർ കീറിയ പാൻറ് ഇട്ടാൽ നമ്മുടെ കുട്ടികളൊക്കെ കീറിയ പാൻസ് ഇടുക, നരച്ച പാൻസ് ഇട്ടാൽ അതിടുക, മുക്കാ പാൻസ് ഇട്ടാൽ അങ്ങനെ ഇടുക. പിന്നെയോ മുമ്പൊക്കെ പോലീസുകാർ നിക്കർ മാറ്റി പാൻസ് ആക്കാൻ വേണ്ടി സമരം ചെയ്തു. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പാൻസ് മാറ്റി നിക്കർ ഇടുക. എന്തൊക്കെ ലോകമാണ് പഠിച്ചത്! എവിടേക്കൊക്കെ എത്തി ജനത! പക്ഷേ നമ്മുടെ സമുദായം ആദർശബോധമുള്ളവരാവണം, മാനവും നാണവുമുള്ള ഒരു ജനതയായി വളർന്നു വരണം. ഇന്ന് നമ്മൾ ബോഡി ഷേപ്പ് വസ്ത്രങ്ങൾ അവിടെ എവിടെയൊക്കെ നരച്ചതും നുരുമ്പിയതും, എന്നാൽ അൽഹംദുലില്ലാഹ് ഈ കൂത്തൊഴുക്കിലൊന്നും പെടാതെ ഒരു ചെറിയ വിഭാഗം ഇവിടെ മാറി നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതാരാണ്? പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും തണലിൽ വരുന്ന നല്ലൊരു യുവത്വം. അതിനാണ് ഇവിടെ ഇസ്ലാമിക സംഘടനകൾ. മഹാനായ കാന്തപുരം ഉസ്താദ് അവர்களுം റയീസുൽ സുലൈമാൻ ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന് കീഴിലെ SSFന്റെ മക്കൾ, SYSന്റെ യുവാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മസരണിയിലുള്ളവർ ഈ പരിഷ്കാരങ്ങൾ ഒന്നും പെടാതെ
ഞങ്ങൾക്ക് വേണ്ടത് പഴയകാല ആദർശമാണ്, ചിട്ടയാണ്, ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരും ഒരുപാട് അവഗണന അനുഭവിക്കേണ്ടി വരുമെന്ന് ഹദീസിൽ ഞാൻ വായിക്കാം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ യൂറോപ്യന്മാരുടെ പിന്നാലെ പോകുമ്പോ നിങ്ങൾ നിങ്ങളുടെ ചര്യകളെ ഓർക്കണം, എന്റെ സുന്നത്തുകളെയാണ് നിങ്ങൾ ജീവിപ്പിക്കേണ്ടത്. ചില ആളുകൾ തലപ്പാവ് തട്ടിയെറിഞ്ഞു, ചില ആളുകൾ ഇസ്ലാമിന്റെ വേഷഭൂഷാദികൾ തട്ടിക്കളഞ്ഞു, ഇസ്ലാമിന്റെ ചര്യകൾ മുഴുവനും മാറ്റിവെക്കുകയാണ്, യൂറോപ്പിന്റെ പിന്നിൽ പോവുകയാണ്. إنما التقليد المذموم أن نقلدهم في لباسهم وعاداتهم وكيفية تعاملاتهم الاجتماعية من اختلاط ونزع حجاب. അവരുടെ പിന്നാലെ നമ്മൾ പോവാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിജാബ് ഇടാൻ വയ്യ, ദീനി ചിട്ടയ്ക്ക് വയ്യ, അങ്ങനെ നമ്മൾ പുതിയ പുതിയ ലോകത്തേക്ക് പോവാണ്. അതുകൊണ്ട് വരൂ ഇലല്ലാഹി വറസൂലി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകം ഞാൻ പറഞ്ഞോട്ടെ. അൽ ഈമാനു യഅരിസു ഇലൽ മദീന കമാ തഅരിസു ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഈമാൻ മടങ്ങും, ഈമാൻ മടങ്ങുന്നതാണ് മദീനയിലേക്ക്. പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ്. സറാപാ ചമൻ ഹേ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന താരീഖോं में नूरे हिदायत लिए उम्मत के वास्ते दे शफाअत लिए बेताज शाह ताज रिसालत लिए अकमल सिफत कमाल नबूवत लिए खालिक है बेमसील नबी बेमिसाल है. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുൾ പടർന്ന യുഗങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നവർ, തമസ്സിലാണ്ട ഹൃദയങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നവർ, ധർമ്മമറിയാത്ത ജനതയ്ക്ക് ധാർമ്മികാധ്യായങ്ങൾ പകർന്നു നൽകിയവർ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, ദർപേശ് ഹർ ഖദം പേ ഉസേ ഇംതിഹാൻ ജാൻ ജിസ്കി സദാഖത്തോं के गवा दुश्मनान जान. എല്ലാം തിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, തങ്ങളുടെ മുമ്പിലാണ്. ഇമാമെ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞ ഒരു വാചകം ഒരിക്കൽ കൂടി പറയാൻ മോഹിച്ചു പോവുകയാണ്. ഹബീബായ തങ്ങളെ, മോത്തോ ഹയാത്ത് മേരി ദോനോ തെരേ ലിയേ. എന്റെ മരണവും എന്റെ ജീവിതവും തങ്ങൾക്ക് വേണ്ടിയാണ്. മറനാ തെരീ ഗലി മേ ഓ ജീനാ തെരീ ഗലി മേ. എന്റെ മരണം തങ്ങളുടെ മാർഗത്തിലാണ്, എന്റെ ജീവിതം തങ്ങളുടെ മാർഗത്തിലാണ്. കാരണം അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, പറുദീസയിലേക്കുള്ള പാതയാണ്, മോക്ഷത്തിലേക്കുള്ള മലർവാടിയാണ്. ഓ തഅജ്ജുബ് ഹേ, ഇതെന്തൊരു അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒന്ന് രണ്ട് പരാമർശം കൂടി ഞാൻ തൽക്കാലം എന്ന വായിച്ച് നിർത്തുകയാണ്. ഈ പരമ്പര എവിടെയും എത്തിക്കാനാവില്ല. ഇതൊരു പാരാവാരമാണ്, ഇതൊരു മഹാസമുദ്രമാണ്, ഇത് അറിവിന്റെ ഒരു മഹാലോകമാണ്. ഇവിടെ ഈ ചെറിയൊരു കുരുവിയുടെ ചുണ്ടിൽ എന്ത് കൊള്ളാനാണ്? അതുകൊണ്ടൊരു കുരുവിയുടെ ചുണ്ട് പോലുമില്ലാത്ത ഈ വിനീത വിദ്യാർത്ഥിക്ക് ഈ അറിവിന്റെ പാരാവാരത്തിൽ നിന്നൊന്നും എടുക്കാനില്ല, ഒന്നും പകർന്നു തരാനില്ല. ആ നിസ്സഹായതയുടെ പ്രഖ്യാപനമാണ് ഈ പരമ്പര. നമുക്കൊരിക്കൽ കൂടി പോകാം ഇലാ ഹബീബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെല്ലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, കാലത്തിന്റെ കലണ്ടറുകൾ മാറുമ്പോൾ അന്തലിദൽ അമതു റബ്ബതഹാ وأنتر الحفاة العراة رعاة الشاء يتطاولون في البنيان. നഗ്നപാതരായ ആളുകൾ, അഷ്ടിക്ക് വകുപ്പില്ലാതെ കഷ്ടപ്പെട്ടിരുന്നവർ,
ഗ്രാമീണമായ ജീവിതം നയിച്ചിരുന്ന ആളുകൾ, ഇടയന്മാരായിരുന്ന ആളുകൾ യതതാവലൂന ഫിൽ ബുനിയാൻ, അവര് നീളമുള്ള കെട്ടിടങ്ങളിൽ മത്സരിക്കുന്ന കാലം വരും. ഉയർന്നു നിൽക്കുന്ന ടവറുകൾ, ആ ടവറുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന കാലം വരുമെന്ന്. ഈ വിശേഷണങ്ങൾ അറബികളെ കുറിച്ചാണ്, അറബി ലോകത്തെ കുറിച്ചുള്ള വിശേഷണമാണ്. വേറെയുള്ളിടത്തേക്കും ഇത് ബാധകമാണ്. എന്നാൽ നിങ്ങളൊന്ന് നോക്ക്, ദുബൈയിലേക്ക് ചെന്നാൽ, അബൂദാബിയിലേക്ക് ചെന്നാൽ, ജിദ്ദയിലേക്ക് ചെന്നാൽ, അറബ് രാജ്യങ്ങളിലേക്ക് ചെന്നാൽ, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ചെന്നാൽ, യൂറോപ്പിലേക്കും ചെന്നാൽ, അതാ മാനം മുട്ടുന്ന ടവറുകൾ കെട്ടിയിട്ട് മത്സരിക്കുകയാണ്. യതതാവലൂന ഫിൽ ബുനിയാൻ. റിയാദിലെ കിങ്ഡം ടവർ, മലേഷ്യയിലെ കൊലാലംപൂരിലെ പെട്രോണാസ് ട്വിൻ ടവർ, ഇതെല്ലാം നിൽക്കുമ്പോഴാണ് അതാ കണ്ടില്ലേ 1 കിലോമീറ്ററിനടുത്ത് വരുന്ന ദുബൈയിലെ ബുർജ് ഖലീഫ. ആ ടവറിൽ മാത്രം 3 നോമ്പ് തുറക്കുന്ന സമയമാണ്. 3 അസ്തമാനങ്ങളാണ് ബുർജ് ഖലീഫയിൽ. നിശ്ചിത നില വരെ അസ്തമിച്ചിട്ട് അല്പം കഴിഞ്ഞേ ബാക്കിയുള്ളയിടത്ത് അസ്തമാനം ബോധ്യമാകൂ. അങ്ങനെ 3 നോമ്പ് തുറക്കുന്ന സമയം ആ ഒരു ടവറിൽ മാത്രമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെയും ഉദയാസ്തമാന വ്യതിയാനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മൾ. വരട്ടെ. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതതാവലൂന ഫിൽ ബുനിയാൻ, മാനം മുട്ടുന്ന കെട്ടിടങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ഇപ്പോ ബുർജ് ഖലീഫ വന്നപ്പോ ഇനി 1 കിലോമീറ്റർ ഉയരമുള്ള ടവർ ജിദ്ദയിൽ വരാൻ പോകുന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങളും മത്സരിക്കുകയാണ്, ടവറുകൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അത് ഗമനടിക്കാനും പ്രൗഢി കാണിക്കാനുമാണെങ്കിൽ അത് അപകടമാണ്. അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ആളുകളൊക്കെ തിങ്ങി താമസിക്കുമ്പോ വിശാലമായി ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അപ്പർ ലെവലിലേക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. ആകാം. ചെയ്യുന്നവരൊക്കെ കുറ്റക്കാരാണ്, നിങ്ങൾ മനസ്സിലാക്കരുത്. കാലത്തിന്റെ ഗതിമാറ്റം ഇതിലുണ്ട്. ഇത് കേവലമായ ജാടയ്ക്കും പ്രൗഢിക്കുമാണെങ്കിൽ അതിനൊരു ദുഃഖകരമായ പരിണിതി ഉണ്ടാകും. ഇത് രണ്ടും ഇതിലൂടെ അറിയിക്കുന്നുണ്ട്. ഇന്നലകളിൽ അഷ്ടിക്ക് വകുപ്പില്ലാതിരുന്നവർ, ഇടയന്മാരായി നടന്നവർ, നഗ്നപാതരായി ജീവിച്ചവർ, അവരോ ഇന്നിതാ ഈ കാലഘട്ടത്തിൽ വലിയ വലിയ ബുർജുകൾ പണിത് മത്സരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തപ്പനെ ഓല കൊണ്ടുണ്ടാക്കിയ കൊച്ചു കുടിലിൽ കിടന്നുകൊണ്ട് പറയുന്നത് 21-ാം നൂറ്റാണ്ടിലെ ടവറുകളെ കുറിച്ചാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടാണ് നമ്മുടെ അത്ഭുതം, അവിടെയാണ് നമ്മുടെ അത്ഭുതം. നബി തങ്ങൾ പറഞ്ഞു, അടുത്ത വീട്ടുകാരന്റെ വീടൊന്ന് കെട്ടിമേയാൻ, അവന്റെ കഴുക്കോല് കൊള്ളിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ വീടിന്റെ ചുമലിലാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കണേ. അന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? മഹാന്മാരായ സ്വഹാബത്ത് പോകുമ്പോ അപ്പുറത്തെ വീട്ടിന്റെ ചായ്പിൽ നിന്ന് വീഴുന്ന വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് സയ്യിദുൽ ഖൈൽ കടന്നു വരുമ്പോ ഇട്ടുകൊടുക്കാൻ ഒരു ചെയറില്ല. അക്കാലത്ത് ചെയറില്ല. പിന്നെന്താ ഉള്ളത്? വിസാദ, രണ്ട് തടുക്കുകൾ. പുതിയ ജനതയ്ക്ക് ഞാൻ ഈ തടുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? തടുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവോ? നിങ്ങൾക്കറിയോ തടുക്കെന്താ? ചെറിയ കുട്ടിപ്പായ, പനയോല കൊണ്ടുണ്ടാക്കുന്ന കൊച്ചു കുട്ടിപ്പായകൾ. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പാവങ്ങളായ ആളുകളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ഇന്നൊക്കെ മാറിപ്പോയി. നമ്മുടെ പുതിയ തലമുറക്ക് അറിയില്ല തടുക്കെന്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അന്ന് 2 തടുക്കുകളെ ഉള്ളൂ. പനയോല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കുഞ്ഞു പായ. ആളുകൾ വരുമ്പോൾ അതെടുത്തിട്ട് കൊടുക്കും ഇരിക്കാൻ. പോയി കഴിഞ്ഞാൽ അതിന്റെ കോണിൽ ഒരു ചെറിയ കൊളുത്തിട്ടിട്ട് ആണിയിൽ തൂക്കിയിടും. അങ്ങനെയുള്ള ചെറിയ ഇരിപ്പിടമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് സയ്യിദുൽ ഖൈൽ വരുമ്പോ 2 വിസാദയല്ലാതെ ഇല്ല.
അത് അതിഥികളായ രണ്ടുപേർക്ക് ഇട്ടുകൊടുക്കുമ്പോ ആതിഥേയരായ തങ്ങൾ നിൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ഇത് കണ്ടപ്പോൾ സയ്യിദുൽ ഖൈൽ പറഞ്ഞു, ഇതെന്തൊരു ഭരണാധികാരി, ഇതെന്തൊരു പ്രവാചകൻ, ഇതെന്തൊരു നേതാവ്, ഇതെന്തൊരു പ്രവാചകർ, ഇതെന്തൊരു നേതാവ് ചോദിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകരാണ്. ഇത് ഇത്ര വലിയ വിനയം, ഇത്ര വലിയ താഴ്മ, ഇതെല്ലാം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടല്ലോ. യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് വരികയാണ്. ഇതെല്ലാം ആധുനിക പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണങ്ങൾ വായിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച മുന്നറിയിപ്പുകളാണ്. അതിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് വായിക്കുന്നു. നമുക്കാർക്കും സ്വന്തമായി അഭിപ്രായം പറയാനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒന്നുകൂടി ഒരല്പസമയം വായിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ആ തിരുനബി തങ്ങളുടെ മുന്നറിയിപ്പുകൾ, ദർശനങ്ങൾ എവിടെ വരെ പറയാനാണ്? അവസാന കാലമായാൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഗ്രാമീണനായ ഒരു അഅറാബിയുടെ ചോദ്യമാണ്, മതസ്സാഅ, അന്ത്യനാൾ എപ്പോഴാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞില്ല. ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഐനസ്സായിലു അനിസ്സാഅ, അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ച ആൾ എവിടെ പോയി? ഉടനെ ആ അറാബി പറഞ്ഞു, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെയുണ്ട് നബിയേ, ഞാൻ ഇവിടെയുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. അപ്പോഴവിടുന്ന് പറഞ്ഞ മറുപടിയാണ്, ഇദാ ളുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ്സാഅ, അമാനത്ത് നഷ്ടമായാൽ ഖിയാമത്ത് നാളെ പ്രതീക്ഷിച്ചോളണേ. അമാനത്ത് നഷ്ടമായാൽ ഖിയാമത്ത് നാളെ പ്രതീക്ഷിച്ചോളണേ. അപ്പോൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വകൈഫ ഇളാഅതുഹാ, അത് നഷ്ടമാകുന്നതെങ്ങനെയാണ്? ഉടനെ അവിടുന്നുള്ള മറുപടിയാണ്, ഇദാ ഉസ്തിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സാഅ, കാര്യങ്ങൾ അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ ഖിയാമത്ത് നാളെ പ്രതീക്ഷിച്ചോളണേ. കാര്യം ചെയ്യാനുള്ള യോഗ്യത സംവരണമല്ല, യോഗ്യതയാണോ? സംവരണം എന്ന് പറഞ്ഞാൽ എന്താ? യോഗ്യതയില്ലാത്തവരെ കൊണ്ടുവന്ന് കാര്യമേൽപ്പിക്കുക എന്നാണ് ഒരർത്ഥത്തിൽ സംവരണത്തിന് പറയേണ്ടത്. യോഗ്യത ഉള്ളവരാണ് അവരെന്നെ കയറി വരും. ഇന്ത്യ മഹാരാജ്യത്തെ 100% കാൻഡിഡേറ്റ്സിന് മത്സരിക്കാനുള്ള സീറ്റുകൾ ആണിനും പെണ്ണിനും തുല്യാവകാശം. ഇത്രയും കാലം സ്ത്രീകളൊക്കെ ഇവിടെ പോയി. അവർക്ക് നാച്ചുറലി അതിന് കോമ്പറ്റീഷൻ വരാനുള്ള പവർ ഇല്ലാന്നല്ല, പ്രകൃതിപരമായി അവർക്ക് അതിജീവിച്ചു വരാനുള്ള കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഒരു സീറ്റിലും പെണ്ണ് മത്സരിച്ചുകൂടാ എന്നൊരു സീറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില്ല. പഞ്ചായത്തിലായാലും പാർലമെന്റിലായാലും നിയമസഭയിലെ ആയാലും ലോക്സഭയിലെ ആയാലും ഏത് സഭയിലെ ആയാലും എവിടത്തെ ആയാലും 100% സീറ്റും ആണിനും പെണ്ണിനും തുല്യാവകാശമുള്ളതാ. എന്തേ ഇത്രയും കാലം സ്ത്രീകൾ വരാഞ്ഞത്? ആവൂല. എന്തെല്ലാം ജോലിയാ, എന്തെല്ലാം പണിയാ, കഴിയൂല. അതുകൊണ്ട് അവർ വന്നില്ല. ഈ കഴിയാത്തവരെന്തിനാ സംവരണത്തിലൂടെ പിടിച്ചു കയറ്റുന്നത്? ഓരോന്നിനും കഴിയുന്നവരുണ്ട്, അവരവർ കൈകാര്യം ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇദാ ഉസ്തിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അനർഹരായ ആളുകളുടെ മേൽ കാര്യമേൽപ്പിക്കപ്പെടുമ്പോ ഫന്തളിരിസ്സാഅ, ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ചോളണേ. സ്ത്രീ അവകാശ ചർച്ചകൾ ചൂടുപിടിച്ചപ്പോ സ്ത്രീ സംവരണത്തിനും പീഡനത്തിനും മധ്യേ എന്ന ആ വിഷയം മാത്രം അവതരിപ്പിച്ചൊരു CD നിങ്ങൾക്ക് പുറത്തു കൊടുത്തു. കോപ്പികൾ ഉണ്ടെങ്കിൽ ലഭിക്കും. അത് വാങ്ങിയാൽ അത് ഇമാമിയങ്ങളുടെയും ഹദീസുകളുടെ വചനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ സയന്റിഫിക് എവിഡൻസുകളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾ അധികാര രംഗത്ത് ഇങ്ങനെയായി, എന്തുകൊണ്ട് സംവരണത്തിന് അതിന്റെ പരിമിതികളുണ്ട്, എല്ലാം വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വാങ്ങി കേൾക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കാര്യത്തിനും അല്ലാഹു തആല ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ആളുകൾക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ഇന്ന സഅയകും ലശത്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവിധ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്കാവണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഅ, എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വിൽ ബി ക്വസ്റ്റ്യൻഡ്. എല്ലാവരുടെയും ഉത്തരവാദിത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, പെണ്ണവളുടെ വീട്ടിലെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ആഭ്യന്തരം അവരുടെ കയ്യിലാണ്. ആഭ്യന്തരം ഭദ്രമാകുമ്പോഴാണ് പൗരന്മാര് നല്ലത് വരിക. ആ വലിയ ഒരു ഡ്യൂട്ടി അവരുടെ പക്കലാണ്. ആ ഉത്തരവാദിത്വമാണ് അവർ നിർവഹിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അനർഹരായ ആളുകൾ ഓരോ രംഗത്തും കടന്നു വരികയാണ്. നമ്മുടെ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. തീരുമാനമെടുക്കാൻ പല സ്ഥലത്തും ആണിനെ പോലെ കോൺഫിഡൻസ് പെണ്ണിന് വരുന്നില്ല. കാര്യങ്ങൾ താളം തെറ്റി നടക്കുകയാണ്. എന്തോ ആവട്ടെ, ഇദാ ളുയ്യഅത്തിൽ അമാന, അമാനത്ത് നഷ്ടമായാൽ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഓരോ അമാനത്തുകളും അതിന്റെ അർഹരിലേക്ക് ഏൽപ്പിക്കാൻ, അതിന്റെ അവകാശികളിലേക്ക് ഏൽപ്പിക്കാനാണ് ഇസ്ലാമിന്റെ കൽപ്പനയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അമാനത്തുകൾ സംരക്ഷിക്കുന്നവരാകണം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പരമ്പരയായി ഹദീസുകളിൽ, ഇമാമുകളുടെ വ്യാഖ്യാനങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നും നാളെ കൂടിയൊന്ന് വായിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു 5-10 കാര്യങ്ങളെ നാളെയും നമുക്ക് പറയാനാവോ. പിന്നെയും ഉള്ള അവസരങ്ങളിൽ, സമയങ്ങളിൽ നമുക്ക് പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ മജ്ലിസും ഹബീബായ തങ്ങളുടെ സന്തോഷവും അല്ലാഹുവിന്റെ പ്രീതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം എല്ലാ ദിവസവും അവസാനത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളിത് നിർത്തുന്നത്. ഏതാ ഇന്ന് ഞാൻ വായിക്കുന്നത് ഇമാം ഇബ്നുൽ ജൗസി എന്നവർ എഴുതിയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രവചനങ്ങളുടെ തുടർത്ത് നാളെ നമുക്ക് പറയാം. എന്നാൽ ഈ വിഷയത്തോട് നീതി പുലർത്താൻ നമ്മുടെ ഈ സമയത്തിനാവില്ല. പറയാൻ കഴിഞ്ഞത് പറഞ്ഞു. അല്പം കൂടി നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകിയാൽ നാളെ നമുക്ക് പറയാം. ഇത് ഞാനും നിങ്ങളും പഠനത്തിന്റെ ഒരു ആമുഖമായി ഏറ്റെടുക്കണം. ഇതിൽ നിന്നുള്ള ആത്മീയമായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. നമ്മുടെ മക്കളെ പരിപാലിക്കുന്നതിൽ, വിദ്യാഭ്യാസ ദാനത്തിൽ എല്ലാം ഇതിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് കൂടെ ഉണ്ടാവണം. അതുമാത്രമാണ് ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വഴി തെളിക്കാൻ നമ്മുടെ ഈ സദസ്സിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതാ ഈ പവിത്രമായ സദസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ മദീനയുടെ ഉമ്മരത്തേക്ക് വെക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ ബാഖി അൽ ബസ്സാസ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. അംബഅനാ അലി ബിനുൽ മുഹ്സിൻ അൻ നബീഹി قال حدثني أبو الحسن أحمد بن يوسف الأزرق حدثنا أبو محمد الصالحي الكاتب قال نادى منادي المتقي في زمن خلافته. المتقي ഭരിക്കുന്ന കാലത്ത് അതാ മാർക്കറ്റിൽ നിന്നുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് ആണ്. അന്ന അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായ അഥവാ നമ്മുടെ ഭരണാധികാരി നിങ്ങളോട് പറയുന്നു, അന്നംറഅതൻ സ്വാലിഹതൻ റഅത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ നാട്ടിൽ താമസിക്കുന്ന നല്ല സ്വാലിഹത്തായ ഒരു മഹദി
നബിതങ്ങളോട് പരാതി പറഞ്ഞു. കിനാവിൽ നബിതങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല നബിയേ, മഴ വേണം തങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഫശക്കത്ത് ഇഹ്തിബാസൽ ഖത്രി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മഹദി കിനാവിൽ കണ്ടപ്പോൾ ഹബീബായ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മഴ കിട്ടുന്നില്ല. അപ്പോൾ നബി തങ്ങൾ കിനാവിലൂടെ പറഞ്ഞു, ഖൂലീ ലിന്നാസി, ജനങ്ങളോട് പറയണേ മോളെ, യഖ്റുജൂന ഫീ യൗമി തുലാസാഇൽ അദ്നാ, അടുത്ത ചൊവ്വാഴ്ച അവരെ പുറപ്പെടാൻ പറയണം. വയസ്തസ്ഖൂന വയദ്ഊന അല്ലാഹ്, അല്ലാഹുവിനോട് മഴ തേടിയിട്ട് അവർ പോയി നിസ്കരിക്കാൻ പറയണം. ഈ വരുന്ന ചൊവ്വാഴ്ച മഴ തേടിയിട്ട് അവർ ഒരുമിച്ച് കൂടാൻ അവരോട് പറയണം. അല്ലാഹു അവർക്ക് മഴ നൽകുന്നതാണ്. ഈ ഒരു മഹദി നബിതങ്ങളെ കണ്ട് വിവരമറിഞ്ഞ അടിസ്ഥാനത്തിൽ ഭരണാധികാരിയുടെ അനൗൺസ്മെന്റ് ആണ്, നിങ്ങളെല്ലാവരും നിസ്കാരത്തിന് വരാൻ ആ നാട്ടിലുള്ള ജനങ്ങളോട് മുഴുവനും അറിയിക്കുകയാണ്, അനൗൺസ് ചെയ്യുകയാണ്. ആ അനൗൺസ് ചെയ്യുന്ന നേരത്തെ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ യഅ്മുറുക്കും മആശറൽ മുസ്ലിമീന ബിൽ ഖുറൂജി ഫീ യൗമി തുലാസാ കമാ അമറക്കും റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ജനങ്ങളെല്ലാം വന്നുകൂടിയിട്ട് മഴ തേടിയുള്ള നിസ്കാരത്തിന് വരണം. നിങ്ങൾ റബ്ബിനോട് മഴ തേടണം, അതിന് വരണേ. ഖാല, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ പണ്ഡിതൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ യൂസുഫുൽ അസ്റഖ് എന്നവർ പറയുകയാണ്, അതാ ജനങ്ങൾ മുഴുവനും ഫഅഖ്ബറനിൽ ജമ്മുൽ ഗഫീർ, എന്നോടൊരു സംഘം ആളുകൾ പറഞ്ഞു, ലമ്മാ സമിഉൻ നിദാ, ഭരണാധികാരിയുടെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ലജ്ജത്തിൽ അസ്വാഖ്, മാർക്കറ്റുകൾ ഇളകി, അവരിങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. ബിൽ ബുക്കാഇ വദ്ദുആ, ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ദുആ ചെയ്യണമെന്ന്. തെളിവെന്താണ്? ഒരു സ്വാലിഹത്തായ മഹദി കിനാവിൽ കണ്ടതാണ്. അമീറുൽ മുഅ്മിനീൻ അത് വെച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയതാണ്. ഇതു കേട്ടപ്പോഴേക്ക് പട്ടണം മുഴുവനും ഇളകി, ജനങ്ങൾ മുഴുവനും കരയാൻ തുടങ്ങി. മഹാനരായ പണ്ഡിതൻ പറയുകയാണ്, അഹ്മദ് ബിൻ യൂസുഫുൽ അസ്റഖ് എന്നവര് പറയുകയാണ്, എനിക്കൊരു വലിയ ബേജാറ്. മനാമുംറഅത്തിൻ ലാ യദ്രി, പടച്ചവനെ, ഒരു സ്ത്രീ കണ്ട സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം എന്തെന്ന് എനിക്കറിയില്ല. ഇത് ശരിയാകുമോ ഇല്ലേ? ഈ മദീനത്തുസ്സലാമിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അഥവാ മഴ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? വല്ലാത്തൊരു ബേജാറ് തന്നെ. ഞാനിങ്ങനെ വിഹ്വലതയിൽ ഭയത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ ചൊവ്വാഴ്ചയായി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പ് പ്രകാരം ഭരണാധികാരിയുടെ അനൗൺസ്മെന്റ് ആണ്. എല്ലാവരും മുസല്ലയിലേക്ക് പോയി. മാബിൽ ഹസൻ അഹ്മദ് ബിൻ ഫളിൽ ബിൻ അബ്ദുൽ മലിക് ഇമാമുൽ ജവാമിഅ്
അക്കാലത്ത് ജീവിച്ച വലിയ പണ്ഡിതനായ അവിടുത്തെ വലിയ പള്ളികളിലെ ഇമാമായ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഹ്മദ് ബിനുൽ ഫളിൽ തങ്ങളടക്കം പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. ഖറജ വഅക്സറു അസ്ഹാബി സുൽത്താൻ വൽ വൽ അശ്റാഫ്. അന്നത്തെ സാദാത്തുക്കളും പണ്ഡിതന്മാരും എല്ലാം ഒരുമിച്ചുകൂടി അവരതാ അല്ലാഹുവിനോട് മഴ തേടിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു ആ കൂടിയ ജനങ്ങൾ മുഴുവനും ഹബീബായ തങ്ങളെ മാനിച്ചുകൊണ്ട് കൂടിയ കാരണത്താൽ മുത്തുനബി തങ്ങൾ അറിയിച്ചു എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയ കാരണത്താൽ അവർക്കതാ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിയുമ്പോഴേക്ക് മേഘക്കൂട്ടങ്ങൾ വന്നുപോയി. ബിമതരിൻ ജൂദ് നല്ല മഴ പെയ്യാൻ തുടങ്ങി. ആളുകൾ നനഞ്ഞ കാലോടെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ ഉദ്ധരിച്ചത് ഹത്താ ലാ തുഹറം മിൻ റുയത്തിൻ നബി എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാണ് ഞാൻ വായിച്ചത്. ഹബീബായ തങ്ങളെ ഓരോ കാലത്തും കണ്ടനുഭവിക്കുന്നവർ, മുത്തുനബി തങ്ങളോട് ബന്ധപ്പെട്ടതിനെ മാനിക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ. അല്ലാഹുവേ, ഈ സ്നേഹപ്രപഞ്ചത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഹബീബായ തങ്ങളിലേക്കൊന്ന് ചേരാനാണ്. വിഷമങ്ങൾ മാറ്റാൻ തങ്ങൾ തവസ്സുലായി നമ്മൾ ദുആ ചെയ്താൽ മതി. ആഗ്രഹങ്ങൾ സഫലമാകാൻ മുത്തുനബി തങ്ങളെ ഇടനിലയാക്കി ദുആ ചെയ്താൽ മതി. തഖ്വയോടെ ജീവിക്കണേ, തങ്ങളുടെ പേരിലേറെ സ്വലാത്ത് ചൊല്ലണേ. എവിടെയായാലും എൻ്റെ എല്ലാമായ ഹബീബായ തങ്ങൾ എന്നൊരു ചിന്തയോടെ പരമാവധി സുന്നത്ത് ജീവിതത്തിൽ പകർത്തി നിർബന്ധമായ കാര്യങ്ങളൊന്നൊഴിയാതെ ഹറാമിലൊന്നും പെടാതെ നല്ല ജീവിതം നയിക്കണമെന്ന് എന്നോട് നസീഹത്ത് ചെയ്ത് നിങ്ങളോട് നിർദ്ദേശിച്ച് ഈ നല്ല മജ്ലിസ് ഞങ്ങൾ മദീനത്തെ ഉമ്മരത്തേക്ക് വെക്കുകയാണ്. അല്ലാഹ് ഞങ്ങളുടെ കൽബൊന്ന് മുത്തുനബി തങ്ങളിലേക്ക് ചേർത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ കുറെ മഹാന്മാര് നബി തങ്ങളെ കണ്ടത് പറഞ്ഞപ്പോ ഉമ്മമാരാഗ്രഹിക്കും, പടച്ചവനെ ഞങ്ങൾക്കാരും പ്രതിനിധികളില്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു മഹദിയെ വായിച്ചത്. ഉമ്മമാരെ സ്വലാത്ത് ചൊല്ലിക്കോ, പെങ്ങന്മാരെ മുത്തുനബി തങ്ങളുടെ മദ്ഹാകുന്ന ബുറുദ ചൊല്ലിക്കോ, തങ്ങള് പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്തോ, മാന്യമായി പർദ്ദ ധരിച്ച് ഔറത്ത് മറച്ച് ഭർത്താക്കന്മാരോട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും വർത്തിച്ച് നല്ല ചിട്ടയോടെ മക്കളെ പരിപാലിച്ച് ശാഫിഈ ഇമാം തങ്ങളെ ഉമ്മ വളർത്തി ലോകത്തിന് നൽകിയതുപോലെ ഇമാമീങ്ങളെ മുഴുവനും പരിപാലിച്ച് നൽകിയതുപോലെ നിങ്ങളുടെ കയ്യിൽ റബ്ബ് തന്ന അമാനത്താകുന്ന മക്കളെ നാളത്തെ ആലിമീങ്ങളാകണമെന്ന് കയ്യിൽ വെച്ച് ദുആ ചെയ്ത് അവർക്ക് വേണ്ടി മുസല്ലയിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് വേണ്ട തർബിയത്ത് വീട്ടിൽ നിന്ന് നൽകി വളർത്തിക്കൊണ്ടുവന്നോ. നിങ്ങൾ രാജാത്തികളാണ്, നാളെ മാടി വിളിക്കപ്പെടുന്നവരാണ് സ്വർഗത്തിലേക്ക്. അങ്ങനെ നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് തഖ്വയോടെ ആകണമെന്ന് എന്റെ സദസ്സിനോട് മൊത്തത്തിൽ ഓർമ്മപ്പെടുത്തി ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ ആരെയും ഖായിബാക്കല്ല അല്ലാഹ്.